ഞാൻ തൊൽഹത്ത് റോയൽ കസ്റ്റം മോട്ടോഴ്സ് കാവന്നൂർ. ഞാനിപ്പോൾ നിങ്ങളോട് ഇന്ന് പറയാൻ ആഗ്രഹിക്കുന്നത് മഴക്കാലം വരാൻ പോവാണ്. BS6 വണ്ടി അതിന് പ്രിക്കോഷനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എങ്ങനെയാണ്, അതായത് നിങ്ങൾക്കൊരു ബാരിക്സ് ചിലവ് വരാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് പറഞ്ഞു തരുന്നത്. അത് ശരിക്കും ഒന്ന് ഫോളോ ചെയ്തിട്ട് നിങ്ങൾക്ക് സ്വന്തം സ്പാൻഡറും കാര്യങ്ങളൊക്കെ ഉണ്ട് നിങ്ങൾക്ക് തന്നെ ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ വർക്ക്ഷോപ്പിൽ പോയിട്ട് അതൊന്ന് ശരിക്കും ചെയ്യുക. അതൊക്കെ നിങ്ങൾ കാണിച്ചു തരാം. ഇതൊരു 10ന്റെ സ്പാൻഡറാണ് വരുന്നത് കേട്ടോ. 10mm സ്പാൻഡർ ഉപയോഗിച്ചിട്ട് വലിച്ചെടുക്കുക. അത് റബ്ബർ, 2 റബ്ബർ ആണുള്ളത്. നമുക്ക് ഇവിടെ തന്നെ പ്ലേസ് ചെയ്യണേ. സ്ക്രൂ ഡ്രൈവർ കൊണ്ട് വിളിച്ച് ചെയ്യാൻ ലാസ്റ്റ് ചെയ്യാം. 2 എൽക്കി ഉണ്ട്, അത് അയക്കണം. അത് അയക്കാതെ നിങ്ങൾക്ക് ചെയ്യാം. 10ന്റെ ഒരു 3 ബോൾട്ട് കിടപ്പുണ്ട് ഇവിടെ. കയ്യിൽ ഇതിനൊന്നും ഇലക്ട്രിക് റെഞ്ചോ മറ്റോ റെഞ്ചോ ഉപയോഗിക്കാതെ കേട്ടോ. ഈ ഭാഗങ്ങളിലൊന്നും അയക്കാൻ ഉപയോഗിക്കുന്ന കുഴപ്പമില്ല, ഒരു കാരണവശാലും ടൈറ്റ് ചെയ്യാൻ ഉപയോഗിക്കരുത്. നമുക്ക് എല്ലാവരും എളുപ്പപ്പണിയാണല്ലോ. അത് ഉപയോഗിക്കുന്നവർ തന്നെ പകുതി നമ്മൾ കൈകൊണ്ട് തിരിച്ച് പകുതി ത്രെഡ് കയറ്റിയതിന് ശേഷം മാത്രം, ഒരു ക്വാർട്ടർ ത്രെഡെങ്കിലും ഉള്ളിൽ കയറ്റിയതിന് ശേഷം മാത്രം ടൈറ്റ് ചെയ്യുക. അപ്പം ഞാനിത് ഇങ്ങനെ ശരിക്കും വളച്ചിടുകയാണ്. ഈ ഒരു പോർഷനാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. ഇതുണ്ടല്ലേ ഈ ഭാഗം, ഇതിപ്പം ടാപ്പ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതിലൂടെ നമ്മൾ ഇത് കുറച്ച് ചെരിഞ്ഞ് ടാപ്പ് തന്നെ കിടക്കുന്നത്. അപ്പൊ ഈ സീറ്റിന്റെ അടിയിൽ നിന്ന് വെള്ളം വന്നിട്ട് ഈ കപ്ലറിന്റെ ഉള്ളിലേക്ക് ഇറങ്ങി സെൻസറിന്റെ ഇതിലേക്ക് വെള്ളം വന്ന് കെട്ടി നിൽക്കും. ഇവിടേക്ക് വെള്ളം വന്ന് നോക്കും. അപ്പൊ അത് കിട്ടാതെ വെക്കാൻ വേണ്ടിയിട്ട്, അത് ചെയ്യാതെ വെക്കാൻ ആവാതിരിക്കാൻ ഇത് കപ്പൽ ശരിക്കും ഉള്ളിലേക്ക് കയറ്റിയിടുക. ഏറ്റവും കൂടുതൽ കംപ്ലൈന്റ് ആവുന്ന ഭാഗത്താണ്. അലക്ഷ്യമായിട്ടിടാതെ ശരിക്കും ശ്രദ്ധിച്ച് കപ്പർ എല്ലാ ഭാഗങ്ങളും ഉള്ളിലേക്ക് കയറിയണമെന്നുള്ള ഉറപ്പിക്കുക കേട്ടോ. അത് ഫുള്ളുള്ളിൽ കയറിയിട്ടുണ്ട്. എന്നിട്ട് ഇവിടെ ഒരു ബ്ലാക്ക് ഇൻസുലേഷൻ ടൈപ്പ് വെച്ച് കറക്റ്റ് റൗണ്ടിൽ ചുറ്റി ചെയ്തിട്ട് വാട്ടർ പ്രൂഫ് ആക്കുക. അല്ലെങ്കിൽ വാട്ടർ പ്രൂഫ് ടൈപ്പ് വാങ്ങിയാലും മതി, അല്ലെങ്കിൽ ഇത് സാധാ ഇൻസുലേഷൻ ടൈപ്പ് ഉപയോഗിച്ച് ചെയ്താലും മതി. ഇതൊക്കെ കണ്ടൊക്കെ ലൂസാണ്, ഉണ്ടല്ലേ. ഇതിലൂടെ ഒക്കെ വെള്ളം ഉള്ളിലേക്ക് കയറും. ഇതൊക്കെ ആദ്യം കമ്പനി നമ്മൾ പാക്ക് ചെയ്ത് വിടുന്നതാണ്, പക്ഷെ കുറെ ചൂടാകുന്നതിനനുസരിച്ചാണല്ലോ. ഇതൊക്കെ ഫ്രീ ആണ്, ഇതൊക്കെ ഇവിടെ ഫ്രീ ആണ്. ഇതിവിടെ ചുറ്റിയിട്ടിട്ടുള്ളൂ, അല്ലേ. ഇത് ഫ്രീ ആണ്. നമുക്ക് ഇതൊക്കെ ഒന്ന് അയച്ചെടുത്തിട്ട് ശരിക്കും ഇത് കൂട്ടി ടാപ്പ് ചെയ്യണം കേട്ടോ. ഈ റബ്ബറിന്റെ ഇത് കൂട്ടിയിട്ട് കറക്റ്റ് ടാപ്പ് ചെയ്യുക. ഈ 2 ഭാഗം കറക്റ്റ് ടാപ്പ് ചെയ്ത് വാട്ടർ പ്രൂഫ് ആക്കുക. അപ്പൊ ത്രോട്ടിൽ ബോർഡിൽ ഏറ്റവും കൂടുതൽ കംപ്ലൈന്റ് വരുന്നതാണ് ഈ ഒരു സെക്ഷനാണ് കംപ്ലൈന്റ് വരുന്നത് കേട്ടോ. ഈ ഒരു സെക്ഷൻ കംപ്ലൈന്റ് വരണം. ഇതിൽ വെള്ളം കയറിയിട്ട് നിന്ന് കഴിഞ്ഞാൽ പെട്ടെന്ന് കംപ്ലൈന്റ് ആവും. അതുകൊണ്ട് മഴക്കാലമാകുന്ന സമയത്ത് മഴയത്ത് വണ്ടി ഓടിക്കുന്ന ആളുകളൊക്കെയാണ് വാട്ടർ സർവീസ് ചെയ്യുന്ന കാര്യത്തിലാണെങ്കിലും കൂടെ കുറേയൊക്കെ ഒന്ന് നമുക്ക് കെയർ ചെയ്യാൻ ഈ ഒരു വിഷയം കൊണ്ട് നടക്കും. അതേമാതിരി ഏറ്റവും ഇതിന് 4000 സംതിങ് ആണ് റേറ്റ് വരുന്നത് കംപ്ലീറ്റ് അസംബ്ലിക്ക്. പക്ഷേ അതിനേക്കാളും ഡേഞ്ചർ ആയിട്ടുള്ള കിടക്കുന്ന അപ്പുറത്താണ്. ശ്രദ്ധിക്കുക കേട്ടോ. ഇത് ABSന്റെ മോഡുലേറ്റർ ആണ് വരുന്നത്. അപ്പം നിങ്ങൾ ബാറ്ററി അയച്ച് കയ്യെങ്കിൽ ബാറ്ററി കേസ് അയക്കണം. ബാറ്ററി കേസ് അയച്ചിട്ട് വർക്ക്ഷോപ്പിൽ പോയിട്ട് ഇതുണ്ട്, ഇതിന്റെ റബ്ബർ കിടക്കുന്ന കിടപ്പാണിത്. ഓക്കെ, ഇതിന്റെ അതേ കപ്പ് റബ്ബർ കിടക്കുന്നത്. ഇതിന്റെ വയറൊക്കെ പുറത്താണ് കിടക്കുന്നത്. ശരിക്കും കണ്ടാലറിയാം. ഇതിന്റെ കണക്ഷൻസ് പിന്നെ കറക്റ്റ് കംപ്ലീറ്റ് പുറത്താണ്. ഇതിലൂടെ ഒക്കെ വെള്ളം അടിച്ചങ്ങ് കയറും. അപ്പൊ ഈ മഴക്കാലം ഏകദേശം ആകുമ്പോഴേക്ക് 4 മഴ കൊള്ളുമ്പോൾ ശരിക്കും മോഡുലേറ്റർ അങ്ങ് പോയി കിട്ടും. അപ്പം ഇത് കറക്റ്റ് അയച്ച് കാണിക്കുന്ന ആ ഒരു സംഗതി ചെയ്യുമ്പോൾ വീഡിയോ ലെങ്തി ആവും, അങ്ങ് ബോറിംഗ് ആയിരിക്കും.
അതുകൊണ്ട് ഈ റബ്ബർ ഇത് എൻ്റെ കൂടെ റബ്ബർ ഉണ്ടാവും ഇതാ അതേമാതിരി അത് കവർ ചെയ്യാനുള്ള റബ്ബറാണ്. അപ്പോൾ ഈ റബ്ബർ ശരിക്കും അതിൻ്റെ ഉള്ളിലേക്ക് ഇറക്കി ഇപ്പം എല്ലാം ഇങ്ങനെ തന്നെ ചെയ്യാൻ പറ്റും, അയക്കാതെ തന്നെ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് ചെയ്യുക. അതല്ലെങ്കിൽ ഈ റബ്ബർ കറക്റ്റ് പ്ലേസ് ചെയ്തിട്ട് ഈ ഒരു കപ്ലർ മുകളിൽ കറക്റ്റ് പാക്ക് ചെയ്തിടുക. എന്നാൽ പാക്ക് ചെയ്തിട്ട് ആ ഒരു വയറ് അതേമാതിരി വയറുമായിട്ട് അതിൻ്റെ കേബിൾസുമായിട്ട് വരുന്ന ജോയിൻറ്റിലെ ഭാഗത്ത് ശരിക്കും ടാപ്പ് ചെയ്തിടുക. ഈ ഒരു സംഗതി, ഈ രണ്ട് സംഗതികൾ നിങ്ങൾ മഴക്കാലം തുടങ്ങുന്നതിന് മുമ്പേ BS6 വണ്ടിയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നിർബന്ധമായിട്ടും ചെയ്യേണ്ട ഒരു വിഷയമാണ്. നിങ്ങൾക്ക് ഭാരിച്ചൊരു ചിലവിൽ നിന്ന് മഴക്കാലം കഴിയുമ്പോഴേക്കും ഉണ്ടാകുന്ന ഭാരിച്ച ചിലവ് ഒഴിവാക്കാൻ പറ്റും. മിക്കവാറും വണ്ടികൾ മഴക്കാലം കഴിഞ്ഞ് വരുമ്പോഴാണ് ABS മോഡുലേറ്റർ കംപ്ലൈൻ്റ് ആയിട്ട് നമുക്ക് കാണാറുള്ളത്. അതുകൊണ്ട് ഒരു പ്രിക്കോഷൻ എന്ന നിലക്ക് നിങ്ങൾ ഈ രണ്ട് കാര്യങ്ങൾ നല്ലോണം ശ്രദ്ധിക്കുക. രണ്ട് കാര്യം നല്ലോണം ശ്രദ്ധിച്ചിട്ട് BS6 വണ്ടി ഉപയോഗിക്കുക. പിന്നെ നോക്കാനുള്ളത് സ്പാർക്ക് പ്ലഗിൻ്റെ അഡാപ്റ്ററാണ് കേട്ടോ. ഇതിങ്ങനെ പുറത്തേക്ക് എടുക്കുക. അപ്പോൾ അതുമാതിരി തന്നെ ഇവിടെ ഒന്ന് ഇൻസുലേഷൻ ടൈപ്പ് ഉണ്ട്, ഒന്ന് ഹീറ്റ് പ്രൂഫ് ഇൻസുലേഷൻ ടൈപ്പ്, സാധാരണ ഇൻസുലേഷൻ ടൈപ്പ് ആയാലും മതി. അപ്പോൾ ആ ഇൻസുലേഷൻ ടൈപ്പ് കൊണ്ട് ശരിക്കും ചുറ്റി കൊടുക്കുക. കാരണം ഇതിലേക്ക് വെള്ളം കയറും. ഇനി വാട്ടർ സർവീസോ വല്ലതും ചെയ്യുകയാണെങ്കിൽ, അപ്പോൾ ഇത് മിസ്പ്ലേസ് ആയി കിടക്കുകയാണ്, ഇപ്പോൾ ഇത് ഇങ്ങനെയൊക്കെ ഊരി കിടക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതിലൊക്കെ വെള്ളമാണ്. അപ്പോൾ എങ്ങനെയാലും ഇതിലൊക്കെ വെള്ളം കയറും. അത് ഇപ്പോൾ ഇങ്ങനെ കമ്പനി കൊടുത്താണെങ്കിൽ ഇത് ഇങ്ങനെ ഒക്കെ പുറത്തേക്കായി കിടക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതൊന്ന് ശരിക്ക് ഉള്ളിലേക്ക് കയറ്റിയിടുക. എന്നിട്ട് ഇവിടെ ഇതേമാതിരി നമ്മൾ ടാപ്പ് ചെയ്തിടുക കേട്ടോ. ഈ ജോയിൻറ്റ് ടാപ്പ് ചെയ്തിടുക. എന്നിട്ട് നമുക്ക് ഇത് ഇൻസേർട്ട് ചെയ്യാം. പിന്നെ 6 യൂണിറ്റിൻ്റെ കപ്പറൊക്കെ മുകളിലേക്കാണ് കിടക്കുന്നതെങ്കിൽ ഇതൊക്കെ മുകളിലേക്കായിട്ടാണുള്ളത്. ശരിക്കും ഒന്ന് താഴോട്ടാക്കിയിട്ടോ അല്ലെങ്കിൽ അതുകൊണ്ടല്ലേ ഇതൊക്കെ ഒന്ന് ടാപ്പ് ചെയ്തിട്ട് നല്ലതായിരിക്കും മഴക്കാലമായി കഴിഞ്ഞാൽ വെള്ളം മുകളിലേക്ക് കയറാതിരിക്കാൻ വേണ്ടി. പിന്നെ അതേമാതിരി ശ്രദ്ധിക്കേണ്ട കാര്യമാണ് നമ്മൾ ഇതിൽ പിന്നെ സാധാരണ വെള്ളം കയറൽ വെള്ളം ഉണ്ട് കണ്ടോ, ഒക്കെ വെള്ളമാണ് ഇതുണ്ടോ, ഒക്കെ വെള്ളമാണ്. വെള്ളം കയറില്ല എന്നൊക്കെ പറയും, പക്ഷെ വാട്ടർ സർവീസ് ഐഫോയ്സ് വെള്ളം ഇതാക്കുന്നതോട് കൂടി ഇവിടെ ഒരു ഹോള് വരുന്നുണ്ട്. ഇതിലൊക്കെ ഒക്കെ വെള്ളം കയറി ഇതുണ്ടോ, ഇതിൻ്റെ അവസ്ഥ നോക്കിയേ. അപ്പൊ ഇതൊക്കെ ഒന്ന് ശരിക്ക് പ്ലേസ് ചെയ്ത് വെക്കുക. അതൊക്കെ താഴോട്ട് ഇങ്ങനെ തൂങ്ങി കിടന്നുകൊണ്ടാണ് ഇവിടേക്ക് വരുന്ന വെള്ളം ഇതിലേക്കായത്. ഇതൊക്കെ ശരിക്കും ഒന്ന് പ്ലേസ് ചെയ്ത് ഇതാണല്ലോ ഈ റബ്ബറൊക്കെ ശരിക്കും കയറ്റി ഈ റിലേ ഒന്ന് ശരിക്കും ഷെയ്ക്ക് ആവാത്ത രീതിയിൽ റണ്ണിങ്ങിലൊക്കെ റിലേ ഒക്കെ ഷെയ്ക്കായി എവിടെയെല്ലാം കുടുങ്ങിക്കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഇത് ചിലപ്പോൾ ഇത് ഷൂട്ട് ഔട്ട് ചെയ്യാൻ കഴിഞ്ഞോളണമെന്നില്ല. അപ്പോൾ അതേമാതിരി ഇതും ഒന്ന് ശരിക്കും ഒന്ന് ഇൻസുലേഷൻ ടാപ്പ്, ഇത് വയറിലേക്ക് വെള്ളം ഇറങ്ങാതെ ഇതും ശരിക്കും ഒന്ന് ഇൻസുലേഷൻ ടാപ്പ് ചുറ്റിയതിന് ശേഷം നമുക്കിതാ ഇവിടെ ചുറ്റുന്നൊന്നും കാണിക്കുന്നില്ല കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ അതൊക്കെ ഒരുപാട് വീഡിയോ ഒരുപാട് ലെങ്തി ആവും, നിങ്ങൾക്ക് ബോറിംഗ് ആവും. അപ്പോൾ അതുകൊണ്ട് എന്താണ് ചെയ്യേണ്ടതെന്നാണ് ഞാൻ പറഞ്ഞു തരുന്നത്. ശരിക്കൊന്ന് പ്ലേസ് ചെയ്തിടുക. അതുമാതിരി ECM ഊരി കിടക്കുകയാണെങ്കിൽ ECMൻ്റെ കപ്പർ ഇതാ, ഇത് ECMൻ്റെ കപ്പറാണ്, ഇത് ECMൻ്റെ കപ്പർ. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് തന്നെ ചെയ്യാവുന്നുള്ളൂ കേട്ടോ. ഇതൊന്നും വർക്ക്ഷോപ്പിൽ കൊണ്ടുപോകേണ്ട കാര്യമില്ല. ECMൻ്റെ കപ്പർ കറക്റ്റ് കാര്യങ്ങൾ സീറ്റിംഗ് ആക്കിയിടുക. ഇതൊന്ന് അയച്ചിട്ട് ശരിക്കും റിലേ കാര്യങ്ങൾ ഒന്ന് സെറ്റാക്കി ടൈറ്റാക്കി റിലേ ഇളകാത്ത രീതിയിൽ ഇതേമാതിരി പ്ലേസ് ചെയ്തിടുക. എന്നാലും ഇതിപ്പോൾ താഴെ വെള്ളം ഉള്ളതുകൊണ്ടാണ് ഈ വെള്ളം ഇവിടേക്ക് വന്നത്. പിന്നെ ഇവിടെ റബ്ബർ ഉണ്ട് കണ്ടോ, ഈ റബ്ബർ പൊട്ടി കിടക്കുകയാണ്. ഈ റബ്ബർ പൊട്ടിയോണ്ട് തന്നെ ഇതിലൂടെ വെള്ളം ഉള്ളിലേക്ക് കയറും. അപ്പോൾ വെള്ളം ഉള്ളിലേക്ക് കയറിയിട്ട് അവിടെ ഒന്ന് ടാപ്പ് ചെയ്ത് മഴക്കാലം ആകുന്നതിന് മുമ്പ് ഈ ഒരു കാര്യങ്ങൾ ശ്രദ്ധിക്കുക. എന്നാൽ മഴക്കാലത്ത് നിങ്ങൾക്ക് ധൈര്യമായിട്ട് വണ്ടി വെള്ളത്തിലൂടെ ഒക്കെ കൊണ്ടുപോയി കഴിഞ്ഞാൽ വലിയൊരു പ്രശ്നമില്ലാതെ ഏതായാലും ഈ ലെവലിൽ കൂടുതൽ വെള്ളത്തിലൂടെ പിന്നെ മുകളിലേക്കൊന്നും പോകരുത് കേട്ടോ. പിന്നെ സൈലൻസർ കാര്യങ്ങൾ BS6 വണ്ടിയാണ്, സൈലൻസറിൻ്റെ ഉള്ളിലേക്ക് വെള്ളം കയറ്റി ഒരു കാരണവശാലും നിങ്ങൾ ഒരു കാരണവശാലും സൈലൻസർ മുങ്ങി പോകുന്ന രീതിയിൽ വെള്ളത്തിലൂടെ BS6 വണ്ടി കൊണ്ടുപോകരുത്. കാരണം തുരുമ്പ് പിടിച്ച് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പോകുന്നത് 27,000 രൂപയാണ് അതിലൊരു വെള്ളം കയറി കഴിഞ്ഞാൽ. അതുകൊണ്ട് നല്ല ശ്രദ്ധിക്കണം. സൈലൻസറിൻ്റെ അടുത്തേക്ക് വെള്ളമൊക്കെ അടിച്ച് കയറി അത്യാവശ്യമായിട്ട് പോകാറുണ്ട്. അത് മാക്സിമം നിങ്ങൾ ചെയ്യാതിരിക്കുക. ആ ഒരു റിസ്ക് BS6 വണ്ടീൻ്റെ ഇതായിരിക്കും. BS6ൻ്റെ ഏറ്റവും കൂടുതൽ കോസ്റ്റ് വരുന്നത് BS6ൻ്റെ സൈലൻസറിനാണ്. സൈലൻസർ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കോസ്റ്റ് വരുന്നത് ABS മോഡുലേറ്ററിനാണ്. ഈ രണ്ട് കാര്യങ്ങളും നിങ്ങൾ നല്ലോണം ശ്രദ്ധിക്കുക. ആ ഒരു കെയറിങ് ഉണ്ടായിക്കഴിഞ്ഞാൽ മഴക്കാലം കഴിഞ്ഞാൽ നിങ്ങൾക്ക് വണ്ടിക്ക് യാതൊരു ടെൻഷനും ഇല്ലാതെ കൊണ്ടെടുക്കാവുന്നതാണ്. അത് നമ്മളെ കെയറിങ് ആണ് നമ്മുടെ വണ്ടിൻ്റെ ലൈഫ് എന്ന് മനസ്സിലാക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.